സൺറൂഫിൻ്റെ ദുരുപയോഗം കൊണ്ടുണ്ടായ ഒരു അപകടമാണ് നമ്മളിപ്പോൾ കണ്ടത്. പുറത്തു നിന്നുള്ള സൂര്യപ്രകാശവും വായുവും വാഹനത്തിനകത്തേക്ക് കിട്ടാനുള്ള ഒരു ഉപാധി മാത്രമാണ് സൺറൂഫ്. കുട്ടികളെ നമ്മൾ സൺറൂഫിലൂടെ പുറത്തേക്ക് നോക്കാൻ അനുവദിക്കുമ്പോൾ അവർക്ക് ശരിയായ വിധം ചവിട്ടി നിൽക്കാനോ പിടിച്ചു നിൽക്കാനോ ഒരു സംവിധാനവും നമ്മുടെ വാഹനത്തിനില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓടുന്ന വാഹനത്തിൽ കുഞ്ഞുങ്ങൾ സൺറൂഫിലൂടെ പുറത്തേക്ക് തലയിട്ട് കാഴ്ച കണ്ട് ആസ്വദിക്കുമ്പോൾ നമ്മുടെ വാഹനത്തിന് പെട്ടെന്ന് ഒരു സഡൻ ബ്രേക്ക് ഇടേണ്ട ഒരു സാഹചര്യം വന്നാലോ ഏതെങ്കിലും തരത്തിലുള്ള ക്രാഷ് വന്നാലോ ഈ കുഞ്ഞുങ്ങളുടെ മൃദുലമായ ശരീരം സൺറൂഫിൻ്റെ എഡ്ജിലിടിച്ച് ക്ഷതങ്ങൾ സംഭവിക്കാൻ വളരെയേറെ സാധ്യതകളുണ്ട്. ചെസ്റ്റ് ഭാഗമാണ് ഇടിക്കുന്നതെങ്കിൽ റിബ്സിന് പൊട്ടൽ സംഭവിക്കാനും ലങ്സിന് കേടുവരാനും വളരെയേറെ സാധ്യതകളുണ്ട്. കുറച്ചുകൂടി വലിയ ആളുകളാണെങ്കിൽ വയർ ഭാഗത്താണ് സൺറൂഫിൻ്റെ എഡ്ജിൽ ഇടിക്കാൻ സാധ്യത. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആന്തരിക അവയവങ്ങൾക്കും ഇൻറ്റസ്റ്റൈനുമെല്ലാം കേടുവരാനും ഇൻറ്റേർണൽ ഓർഗൻസിനെല്ലാം കേടുവരാനും ആന്തരിക രക്തസ്രാവം ഉണ്ടാകാനൊക്കെ വളരെയേറെ പോസിബിലിറ്റികളുണ്ട്. ഒരു സഡൻ ബ്രേക്ക് വരുമ്പോഴോ ക്രാഷ് വരുമ്പോഴോ നമ്മുടെ ശരീരം സഡനായി മുന്നോട്ട് വളയുന്നു, പിന്നോട്ട് വളയുന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നട്ടലിന് കേടുവരാനും അതുവഴി സ്പൈനൽ കോഡിന് കേടുവരാനും അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൈകാലുകൾ തളർച്ച വരെ വരാമെന്നാണ് മെഡിക്കൽ സയൻസ് പറയുന്നത്. ഒരു സഡൻ ബ്രേക്കിങ്ങിൽ കുഞ്ഞുങ്ങളുടെ തലയാണ് ഇടിക്കുന്നതെങ്കിൽ അത് ബ്രെയിന് വരെ ഡാമേജ് വരുത്താനുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാവുന്നതല്ല. പിടിച്ചു നിൽക്കാൻ പ്രത്യേകിച്ച് സംവിധാനമൊന്നുമില്ല എന്നുള്ളത് കൊണ്ടും തറയിൽ ഇവരുടെ കാൽ ശരിയായ വിധത്തിലല്ല ഉറച്ചു നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു സിവിയർ ക്രാഷ് ഉണ്ടെങ്കിൽ ഇവർ പുറത്തേക്ക് തെറിച്ചു പോകാനോ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഉള്ളിൽ തന്നെ അടിച്ചു വീഴാനോ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതൊരു മേജർ ആക്സിഡൻറ്റിൽ ഏതൊക്കെ ഡാമേജുകൾ ഒരാൾക്ക് വരുത്തുമോ അതെല്ലാം ഈ കുഞ്ഞിനും വരാൻ സാധ്യതയുണ്ട്. യാത്രകളിൽ കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വം നമ്മൾ തന്നെയാണ് നോക്കേണ്ടത്. നമ്മുടെ യാത്രകൾ സേഫ് ആയിരിക്കട്ടെ.